ഞങ്ങളൊരു സ്പെഷ്യൽ വാഹനം കൈമാറാൻ പോകട്ടോ. ഏതാ ക്ലാസ്സാ? മിനി കൂപ്പറ? പിന്നെ ഏതാ കട്ട പിടിച്ചിരിക്കണ മുതലാണ് അല്ലേ? നമ്മൾ അനൂപേട്ടനുള്ള ഡെലിവറി ആണ്. എന്താ വിശേഷം? സുഖല്ലേ? വണ്ടി നമ്മൾ കൈമാറാൻ പോണേ പെരിന്തൽമണ്ണക്കാണ് അല്ലേ? ഇവരെ വിശേഷങ്ങളൊക്കെ പരിചയപ്പെടാണ്ട് ആരൊക്കെ കൂടല്ലേ? മേഡത്തിന്റെ പേര് പറഞ്ഞി. സുമ. ആര്യ. ആളൊരു ഡോക്ടറായിരുന്നു. അതൊക്കെ രാജിവെച്ചപ്പോ ബിസിനസ് ഇറങ്ങിക്കാണ് അല്ലേ? എനിക്ക് വന്നപ്പോ തന്നെ ഒരു ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട്. അത് നമുക്ക് ശരിക്കും പരിചയപ്പെടുത്തേണ്ട സാധനമാണ്. ഇദ്ദേഹത്തെ ശരിക്കും ഇന്റർവ്യൂ എടുത്ത് പരിചയപ്പെടുത്താനുള്ള ആളുണ്ട് അല്ലേ? നല്ലൊരു കഥ പറയാനുണ്ട്. ഞാൻ ചോദിച്ചേ എങ്ങനെ സംരംഭത്തേക്ക് വന്നേ? അപ്പൊ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അപ്പൊ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂല് രാജു സാറ് മന്ത്രി പറഞ്ഞേ ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും അവസരങ്ങളുണ്ട്. അങ്ങനെ പ്രതിസന്ധി ഘട്ടത്തെ അവസരമാക്കി മാറ്റിയ ഒരാളാണ് നമ്മുടെ മുന്നിലേക്ക് ഈ എന്റർപ്രണർ. അപ്പൊ എന്തായാലും അനുഭവം പറഞ്ഞു കൊടുക്കി. എങ്ങനെയെങ്കിലും ബിസിനസ്സൊക്കെ വന്നേ? അമ്മയൊക്കെ ജോലിയൊക്കെ ചെയ്ത് പോവായിരുന്നു. ഒരു ദിവസം ആസ് യൂഷ്വൽ ഡ്യൂട്ടിക്ക് പോണ നേരത്ത് സ്കൂട്ടറിന്റെ പിന്നിൽ വന്ന് ടിപ്പർ അടിച്ചു. ടിപ്പർ അടിച്ചിട്ടൊരു 10 മാസം കിടന്നു ബെഡില്. അപ്പൊ ഇങ്ങനെ ഡിപ്രഷനിലേക്ക് പോകുന്നു തോന്നി. സർജറി ഒക്കെ കഴിഞ്ഞപ്പോഴേ എല്ലാവരും ബുദ്ധിമുട്ടിക്കല്ലേ നമ്മള് കാര്യങ്ങൾക്കൊക്കെ. അപ്പൊ ആ തോട്ടൊന്ന് ഡിവേർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ചെയ്തതാണ്. പിന്നെ കൈയിന്റെ ഫംഗ്ഷൻ ചിലപ്പോ ശരിയാവില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത് എനിക്ക് ഹോബിയാണ് പെയിന്റിങ്ങും ഡ്രോയിങ്ങും ഒക്കെ. അപ്പൊ പിന്നെ എനിക്ക് ഒപ്പിടാൻ പറ്റുമെന്ന് പേടിയൊന്നും. ജോലിക്ക് പോണെങ്കിൽ ഒപ്പിടണല്ലോ. പിന്നെ രജിസ്റ്റേഴ്സിലൊക്കെ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ എഴുതാന്നുള്ള ഒരു ടെൻഡൻസി പിന്നെ നഷ്ടപ്പെടും. പിന്നെ ഒന്ന് സാധനം ഹോൾഡ് ചെയ്യാനൊക്കെ ഇതിൽ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ തോന്നിയതാണ് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ. ആ തോട്ടാണ് എന്തോ ഒരു കറകുര വരച്ചതൊക്കെയാണ്. അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ ഓർഡർ ചെയ്യാൻ പറ്റും. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് ചെയ്യുന്നത്. ഞാൻ ചെക്ക് ചെയ്ത് പുറത്തേക്കൊക്കെ പോയി തുടങ്ങിയില്ലേ? ഫാമിലിന്റെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സപ്പോർട്ട് ആയിരുന്നില്ല അനുവേട്ട? അപ്പൊ തീർച്ചയായിട്ടും ഒരു അതെ അനുവേട്ട പറയുകയാണെങ്കിൽ ഞങ്ങള് BNI പരിചയമാണ് പെരിന്തൽമണ്ണ അല്ലേ? ഒരുമിച്ചായിരുന്നു. മുന്നേ നമ്മളൊരു BMW X1 ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഒരുപാട് കാലമായിട്ടുള്ള ബന്ധമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ സ്റ്റോറി ഉണ്ട് എന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇപ്പോ ഒരു മോട്ടിവേഷൻ ആണല്ലോ നമുക്കൊക്കെ. എന്താ പറയാല്ലേ? വണ്ടി ഇഷ്ടപ്പെട്ടോ? ഏത് വണ്ടി ഇഷ്ടപ്പെട്ടോ? വണ്ടി BMW. ഒരു സന്തോഷ നിമിഷത്തിലാണല്ലേ? പിന്നെ ഇദ്ദേഹം നല്ലൊരു സംരംഭകനാണ്. അതുകൊണ്ടാണ് ഈ സംരംഭത്തിനുള്ള സപ്പോർട്ട് വന്നത് അല്ലേ? ആ പ്രൊഡക്റ്റ് ഒന്ന് കാണണം. ലേഡീസിനും ജെന്റ്സിനും ഒക്കെ പറ്റിയ ഞാൻ ജെന്റ്സിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവിടെ ലേഡീസ് തീർച്ചയായിട്ടും. അയ്യവാ കഥകളി. ഇത് അടിപൊളിയായിട്ടോ. ഇത് ഫുള്ള് നമ്മള് പ്രൊഡക്റ്റ് ചെയ്യണതാണ്. നമ്മളെ ഫാക്ടറി കൈകൊണ്ടാണ് എല്ലാം ചെയ്യണം. എനിക്ക് ഫാക്ടറി ഇല്ല. എല്ലാ ആർട്ടിസ്റ്റുകളാണ്. ഇങ്ങനെ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതാണ്. അപ്പൊ ഈ കണ്ണാടിയുടെ വർക്കൊക്കെ കേരളത്തില്, പിന്നെ ചിരട്ടയുടെ വർക്ക് ബംഗാളില്, ബോംബെയിലും ചെറുതായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ഞാൻ ചെന്ന് പെട്ടു. ആ വർഷം എനിക്ക് തോന്നണത് ഞാൻ ബെഡിൽ കിടന്ന് ഇങ്ങനത്തെ ആൾക്കാരുടെ അടുത്തേക്ക് ചെന്ന് പെട്ടു. അത് യൂണിവേഴ്സ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു കണക്ടിവിറ്റി കിട്ടിയോണ്ട് ഇപ്പൊ ഇനിയിപ്പോ ഇതൊക്കെ ആളുകൾക്ക് വാങ്ങിക്കണമെങ്കിൽ എവിടെ വരണം? വെബ്സൈറ്റ് ഉണ്ട്, ഇൻസ്റ്റാ പേജ് ഉണ്ട്, എല്ലാം ഞാൻ താഴെ കൊടുക്കങ്ങളൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ വാങ്ങി സപ്പോർട്ട് ചെയ്യും. ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട്. ഇതെന്താ കീചെയിൻ? കീചെയിൻ. പിന്നെ അടുത്തത് നൈറ്റ് ഗ്ലോ ആണ്. ഇത് നമ്മളിപ്പോ ലൈറ്റ് തട്ടിന്നായിരിക്കും രാത്രി തിളങ്ങും. അപ്പൊ കീയൊക്കെ മിസ് ആവുന്നുണ്ടെങ്കിൽ ഇത് കീചെയിൻ ആയിട്ട് ഉപയോഗിക്കാം. ഗ്ലാസ് കൂടി അതിൽ നമ്മൾ ടേബിളിൽ വെച്ചാൽ മതി. ലൈറ്റ് ഈ വൈറ്റ് ഏരിയ ഉണ്ടല്ലോ, അത് ലൈറ്റ് UV ലൈറ്റ് എടുത്തിട്ട് നമ്മൾ ഇരുട്ടത്തൊക്കെ കാറൊക്കെ ഓടിക്കുന്ന നേരത്ത് പെട്ടെന്ന് നിലത്ത് വീണുന്നായിരിക്കും ഗ്ലോ ചെയ്യും. സയൻസ് കൊണ്ടുവന്നത്. അപ്പൊ പോയി കുറച്ചു കാലം അങ്ങനെ. താങ്ക് യു. അത് ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നതിൽ ഒരുപാട് സന്തോഷം. ഇനിയും ഈ സംരംഭം ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. ഡെലിവറി പറഞ്ഞപ്പോൾ ഞങ്ങൾ എപ്പോഴും ഡെലിവറി കാണുന്നുണ്ടാവും അല്ലേ? നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർ ചില ആളുകളൊക്കെ കമന്റ് ചെയ്യലുണ്ട്. നിങ്ങളെ വീഡിയോ കാണുമ്പോൾ ഞങ്ങളും മോട്ടിവേറ്റ് ആവുന്നുണ്ട് അല്ലേ? ഇത് വലിയൊരു മോട്ടിവേഷൻ സ്റ്റോറിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് കൊടുക്കുക. ആ നേരത്തെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഒരു ബ്രാൻഡ് ആ നേരത്തെ ഞാൻ പറയില്ലേ, നമുക്ക് നമ്മുടെ കൈ ഫങ്ഷണൽ ആവണം, നമുക്ക് ജീവിച്ചു പോണം, അത്രമാത്രം ആലോചിച്ചുള്ളൂ. പക്ഷെ അത് എന്തോ ഇങ്ങനെയായി, അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് മോട്ടിവേഷണലായിട്ട് സ്റ്റോറി തോന്നുന്നില്ലെങ്കിലും മറ്റുള്ളവർക്ക് അത് തോന്നും. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് അവർക്ക് മുന്നോട്ട് വരാനൊരു പ്രചോദനമാണ് അല്ലേ?